നമുക്ക് ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ അന്നത്തെ രാത്രിയിൽ മിത്രയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആരിന്റെ വാക്കുകളൊക്കെയാണ്, നീ ഇവിടുന്ന് പോയിക്കോ, നീ ഇവിടുന്ന് പോയാലും എനിക്കൊരു പ്രശ്നമില്ല, നിന്റെ വീട്ടുകാര് നിന്നെ രാജ്ഞിയെ പോലെ നോക്കുമായിരിക്കും, അങ്ങ് ചെന്ന് കയറി കൊടുത്താലും മതി, നീ ആരാന്നാടി നിന്റെ ഭാവം. അപ്പം ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ, അലോകിന്റെ പ്രശ്നത്തിന്റെ പേരിൽ അങ്ങനെ മിത്ര ആര്യനും കൂടെ തമ്മിൽ ഉടക്കുവാണ്. പക്ഷെ ആര്യന്റെ മനസ്സിന്റെ ഒരു കോണിപ്പോലും ഉണ്ടായിരുന്നില്ല മിത്ര കൃഷ്ണമംഗലത്തേക്ക് പോകുന്ന. ദേഷ്യം വന്നു കഴിഞ്ഞപ്പോൾ ആര്യൻ അങ്ങനെയൊക്കെ പറഞ്ഞ എന്നും പറഞ്ഞുകൊണ്ട് ആര്യനും മിത്ര എന്ന് വെച്ച ജീവന, അതുപോലെ തന്നെയാണ് മിത്രയ്ക്കും. പക്ഷെ മിത്രയ്ക്ക് വല്ലാത്തൊരു ടെൻഷനായി. കാരണം ആര്യൻ ഇപ്പൊ തന്നെ വേണ്ട എന്നൊരു തോന്നൽ മനസ്സിലുണ്ടായി. താൻ ആര്യന്റെ ജീവിതത്തിലൊരു അധികപ്പറ്റാണ്, അതുകൊണ്ടല്ല ആര്യൻ ഇങ്ങനെയൊക്കെ പറയണേ. ഒരുപക്ഷെ താൻ ഇവിടേക്ക് ആൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കയറി വന്നൊരു അതിഥിയാണ് ആൻ്റെ ജീവിതത്തിലേക്ക് പോലും. അതുകൊണ്ടായിരിക്കുമോ ആൻ ഇങ്ങനെയൊക്കെ പറയണേ. അപ്പൊ താൻ പോയാലും ആരിനൊരു പ്രശ്നമില്ല, തന്നെ വേണ്ട. അപ്പൊ അതുകൊണ്ടല്ല ആൻ ഇങ്ങനെയൊക്കെ പറയണേ. അതൊക്കെ ഓർത്തപ്പോ മിത്രയ്ക്ക് സഹിച്ചില്ല. മിത്രയ്ക്ക് അന്നത്തെ രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ ഗോമതി എഴുന്നേറ്റ് അടുക്കള ജോലികളൊക്കെ ചെയ്തു. പക്ഷെ മിത്ര എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതെന്ത് പറ്റി എന്നൊക്കെ ഗോമതി ഇങ്ങനെ മനസ്സ് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മീനു വന്നപ്പോൾ ചോദിച്ചു, അല്ല മിത്രയെ കണ്ടോന്ന് ചോദിച്ചു. ഇല്ലമ്മേ. അല്ല, സാധാരണഗതിയിൽ അവൾ രാവിലെ എഴുന്നേക്കുന്ന ആളല്ലോ പ്രാക്ടീസിന് പോകാനായിട്ട്. ഇന്ന് ആരും മിത്രയും പ്രാക്ടീസിന് പോകുന്നും കണ്ടില്ല. ഇനിയിപ്പോൾ എങ്ങാനും രാവിലെ തന്നെ പോയോന്ന് ചോദിച്ചു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ, ചിലപ്പോൾ രാവിലെ പോയി കാണുമായിരിക്കും എന്ന് പറഞ്ഞു. കണ്ടില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം മീനു അവരുടെ മുറിയുടെ അവിടെ പോയപ്പോൾ കഥ കടഞ്ഞു കിടക്കുന്നുണ്ടോ. മീനുവിന് മനസ്സിലായി എഴുന്നേറ്റിട്ടില്ല എന്നുള്ള കാര്യം. ഇതെന്താ എന്നൊക്കെ ഓർത്തു. അങ്ങനെ ഒടുവിലും മിത്ര എന്ന് പറഞ്ഞിട്ട് കഥയെ മുട്ടി വിളിക്കുമ്പോഴത്തേനും മിത്ര എഴുന്നേറ്റ് വന്നു. മിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനു ചോദിച്ചു, ഇതെന്താ മിത്ര ഇന്ന് പ്രാക്ടീസിന് പോയില്ലേന്ന് ചോദിച്ചു. ഇല്ല ചേച്ചി. അതെന്താ പ്രാക്ടീസിന് പോവാത്തെ? അത് ഒന്നുമില്ല. എന്താ മിത്രേ നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേനും മിത്രയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. മിത്ര പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് മീനാക്ഷിയോട് കാര്യങ്ങൾ പറയാണ്. അത് കേട്ടപ്പോൾ മീനു പറഞ്ഞു, ഇതാണോ? ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, അവന്റെ സങ്കടം കാരണം അവൻ പറഞ്ഞല്ലേ, അത് വിട്ട് കളഞ്ഞേരെ, നീ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. എന്നാലും ചേച്ചി അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. എടി, അത് അവൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞാൽ ആർക്കാണല്ലോ സങ്കടമില്ലാതിരിക്കുമോ? നിന്നോട് ഇഷ്ടക്കുറവുണ്ടായിട്ടോ പറയുന്നതാണോ? അല്ല, നിന്നോട് ഇഷ്ടം തന്നെ അവന്. പക്ഷേങ്കിൽ നീ അവനോട് ഒരു വാക്ക് പോലും പറയാതെ അലോകിനെ കാണാൻ പോയതിൻ്റെ ആ ഒരു സങ്കടത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം അങ്ങോട്ട് കഴിഞ്ഞുപോയി. ഈ സമയത്ത് മീനാക്ഷി ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. അപ്പോഴേക്കുമാണ് ആനന്ദനും അച്യുതനും അതുപോലെ രാജശ്രീ, നന്ദിത, ഇന്ദിരാമയൊക്കെ അങ്ങനെ ദേവമംഗലത്തിൻ്റെ ഗേറ്റിൻ്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ അച്യുതനും രാജശ്രീ ഇന്ദിരാമയൊക്കെ കൂടെ മാറി നിന്നു. അനന്തനും അതുപോലെ നന്ദിതയും കൂടെ മുറ്റത്തേക്ക് വരുവാണ്. ദേവമംഗലത്തിൻ്റെ മുറ്റത്തിന് അങ്ങോട്ടേക്ക് വന്നിട്ട് മിത്ര എന്ന് വിളിക്കുകയാണ്. മോളെ മിത്ര എന്നുള്ള വിളി വെച്ച് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അകത്തുനിന്ന് ഗോമതിയാണ് പെട്ടെന്ന് ഇറങ്ങി വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പെട്ടെന്ന് ചോദിച്ചു, എന്താ നന്ദിയടുത്തി, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അല്ല, മിത്രമോൾ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ്റെ അമ്മയുടെ സംസാരം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. അവർ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് കണ്ടത്. എല്ലാവരും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ഒരു അന്താളിപ്പോടെ ഇങ്ങനെ നോക്കി. ആ സമയത്ത് നന്ദിത മിത്ര വിളിച്ചു, മോളും കൂടെ വരാൻ പറഞ്ഞ് വിളിച്ചു. എന്താ അമ്മേ കാര്യം? അത് മോളെ, നിന്നെ ഞങ്ങൾ വിളിച്ചോണ്ട് പോകാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി ചോദിച്ചു, വിളിച്ചോണ്ട് പോവാനോ? എന്തൊക്കെയാ നന്ദിത അടുത്ത് പറയണേ? ഈ സമയത്ത് ബാലനും മീനും എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവർക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. ആ സമയം ആനന്ദൻ പറഞ്ഞു, അതെ എൻ്റെ മോള്, അന്ന് ഞാൻ എൻ്റെ മോളെ വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല മോളെ, നീ അവിടേക്ക് വരണം. ഞങ്ങൾക്കറിയാമല്ലോ സത്യാവസ്ഥകളൊക്കെ. നീ ആരിൻ്റെ ഭാര്യയായിട്ടല്ല ഇവിടെ ജീവിക്കുന്നെന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. അപ്രതീക്ഷിതമായിട്ടൊരു മുഹൂർത്തത്തിൽ അവൻ നിന്റെ കഴുത്തിൽ താരയാർത്തി എന്നും പറഞ്ഞുകൊണ്ട് നീ അവൻ്റെ ഭാര്യയായിട്ടല്ലോ ജീവിക്കുന്നത്, അതുകൊണ്ട് നീ അവിടേക്ക് വരണമെന്ന് പറഞ്ഞു. ഇനി നീ ഇവിടെ നിൽക്കണ്ട, നിനക്ക് നിന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, നിന്റെ ഏത് ആഗ്രഹം സാധിച്ചു തരാൻ ഞങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ അവിടേക്ക് വരണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മീനു ചോദിച്ചു, നിങ്ങൾ എന്തു വർത്താനം അങ്കിളെ പറയണേ? മിത്ര ആരാന്നോർത്തണ്ട, ആരിൻ്റെ ഭാര്യ അവള്. അതൊക്കെ ഞങ്ങൾക്കറിയാം എന്ന് അവിടെ നിന്ന് രാജശ്രീ വിളിച്ചു പറഞ്ഞു. ആരിൻ്റെ ഭാര്യയാണ് പോലും, ആരിൻ്റെ ഭാര്യയായിട്ടാണ് അവൾ ഇവിടെ ജീവിക്കുന്നത്. അപ്പോഴേക്കും ഗോമതി ചോദിച്ചു, സംശയം എന്താ? പിന്നെ പുറമേ പറയുന്ന മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ അവർ ഭാര്യ ഭർത്താക്കന്മാരൊന്നും അല്ലല്ലോ. അപ്പോഴേക്കും മിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്താണ് ആര്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആര്യൻ കേട്ട് അവരുടെ സംസാരം, ആരും പെട്ടെന്ന് അകത്തേക്കൊന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോവുകയാണ്.
ആരിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു പക്ഷെ മിത്ര വിളിച്ചു പറഞ്ഞിട്ട് വന്നതാണോ? ഇന്നലെ അവൾ തന്നെ വെല്ലുവിളിച്ചായിരുന്നു, തൻ്റെ വീട്ടുകാർ തനിക്കൊരു വിഷമം ഉണ്ടെന്നറിഞ്ഞാൽ വരുമെന്ന്. അപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞിട്ട് അവളുടെ വീട്ടുകാർ അവളെ കൂട്ടാൻ വേണ്ടി വന്നതായിരിക്കും. അങ്ങനെ ഒരു ചിന്ത പെട്ടെന്ന് ആരിൻ്റെ മനസ്സിലേക്ക് വന്നു. ഇനിയിപ്പോൾ അവളുടെ തീരുമാനം എന്തായിരിക്കും? അവൾ പോകുമോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സറിയും. ഈ സമയത്ത് ഗോമതി പറഞ്ഞു, ഇത് അന്തേട്ടാ, നിങ്ങൾ ഇവിടെ വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്ക്. മിത്രമോൾ ഒരിടത്തേക്കും വരുന്നില്ല, അവൾ ഇവിടെ തന്നെ കഴിയും, ആൻ്റെ ഭാര്യയായിട്ട് തന്നെ കഴിയുമെന്ന് പറഞ്ഞു. ആ സമയത്ത് അൻ്റെ മിത്രയോട് പറഞ്ഞു, മോളെ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കുറേ തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ നിന്നെ തെറ്റിദ്ധരിച്ചു. നിന്നോട് ഞങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തേ. പക്ഷെ നീ അങ്ങോട്ടേക്ക് തിരികെ വരണം. നീ ഇവിടെ എങ്ങനെ കഴിയണമെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് നീ അവിടേക്ക് വരണമെന്ന് പറഞ്ഞു. നന്ദിത പറഞ്ഞു, മോളെ, അച്ഛനും അമ്മയും പറയുന്ന അനുസരിക്ക്. നീ ഇല്ലാതെ ഞങ്ങൾക്ക് ഇനി അവിടെ ജീവിക്കാൻ പറ്റില്ല. ഇത്രയും നാളും ഞങ്ങളവിടെ കഴിഞ്ഞു, പക്ഷെ ഇനി അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനു പറഞ്ഞു, ഇപ്പോഴാണ് നിങ്ങൾക്ക് ഈ ബോധോദയൊക്കെ ഉണ്ടാകുന്നേ. ഈ സമയത്ത് ഗോമതി പറഞ്ഞു, ദേ വെറുതെ മുറ്റത്ത് വന്നിരുന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾ പോകാൻ നോക്ക്. ആ സമയത്ത് ഭാരം പറഞ്ഞു, ഗോമതി നീ മിണ്ടാതിരിക്കുക. ഇതിന് മറുപടി പറയേണ്ട ആളും ഇത്രയാണ്. അവളുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അവൾ പറയട്ടെ. അങ്ങനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോകുന്ന ആളാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ എന്നുള്ള രീതിയായിരുന്നു ബാലനെ. കാരണം ഇത്രയും കാലം സ്നേഹം കൊടുത്ത് ഇവിടെ വളർത്തിയിട്ട് പെട്ടെന്നൊരു ദിവസം മിത്രയെ മരുമകളായിട്ടല്ല മകളായിട്ട് തന്നെയാണ് കണ്ടത്, ബാലനും ഗോമതിയൊക്കെ ആണെങ്കിലും. കാരണം അന്ന് ജീവൻ രക്ഷിച്ചെടുത്തോണ്ട് പോകുന്നതാണ്. അന്ന് അവൾ ആത്മഹത്യ ചെയ്യേണ്ടായിരുന്നു, പക്ഷെ അവിടെ നിന്നൊക്കെ കരകയറ്റിക്കൊണ്ട് വന്നതാണ്. ഒടുവിൽ മിത്ര ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. അതിനുശേഷം മിത്ര അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് ആരിന് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ആരിനിങ്ങനെ ഇത് കേട്ടിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ലാതെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. മിത്ര അകത്തേക്ക് വന്നു. അകത്തേക്ക് വന്നിട്ട് ആരിനെ ഒന്ന് നോക്കി. ആരിനൊന്നും മിണ്ടാ നിൽക്കുകയാണ്. മിത്ര തൻ്റെ ബാഗ് എടുത്തു വെച്ചു. അതിനകത്തേക്ക് അവിടെ കിടന്ന ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കുവാണ്. ആ സമയത്ത് മീനു അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ മിത്രേ, നീ ഇതെന്താ കാണിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പോകുക ചേച്ചി. പോകാനോ? നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? അവരെന്തേലും പറഞ്ഞു നോർത്തുകൊണ്ട് അപ്പം തന്നെ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആൻ്റെ ജീവിതം ഇനി നശിച്ചു പോകത്തുള്ളൂ. വെറുതെ എന്തിനാ ഞാൻ കാരണം ആൻ്റെ ജീവിതം ഇല്ലാതാന്നേ. ഞാൻ ആരുടെയും ജീവിതം നശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. മിത്രേ, വെറുതെ തമാശ കാണിക്കരുത്. നീ ബാഗ് ഇവിടെ വെക്കാനൊക്കെ പറഞ്ഞിട്ട് ബാഗ് അങ്ങോട്ട് മേടിച്ചു വെക്കാൻ തുടങ്ങുമ്പോൾ മിത്ര പറഞ്ഞു, വേണ്ട, തടയണ്ട ചേച്ചി, എന്നെ തടയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഈ സമയത്ത് ആരും പറഞ്ഞു, എന്തിനാ തടയുന്നേ? അവൾക്ക് പോകാൻ താല്പര്യമാണ്, അവളങ്ങോട്ട് പോട്ടെ. അല്ലെങ്കിലും അതങ്ങനെയല്ലേ വരുള്ളൂ. ഇപ്പോഴവൾ ശരിക്കും കൃഷ്ണമംഗലത്തിന് സ്വഭാവം കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ മീനാക്ഷി പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കാര്യ. എന്തിനാ ചേച്ചി മിണ്ടാതിരിക്കണേ? മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ആര്യം ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും മിത്ര ഭാഗം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഗോമതി ചോദിച്ചു, മോളെ നീ ഇതെന്താ കാണിക്കണേ? ഞാൻ പോകുക അപ്പച്ചി എന്ന് പറഞ്ഞു. പോവാനോ എങ്ങോട്ട്? പോകാൻ വേണ്ടിയിട്ടാണോ ഇത്രയും കാലം നീ ഇവിടെ ജീവിച്ചേ? നിനക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടാ? എന്തേലും പ്രശ്നമുണ്ടേ പറ. ആരിനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിന്നെ വേദനിപ്പിച്ചോ? ഇല്ല. പിന്നെ എന്തിനാ മോളെ നീ ഇവിടുന്ന് പോകുന്നേ? നീ ഇവിടുന്ന് പോവരെന്നൊക്കെ പറഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, വേണ്ട ഗോമതി, അവളെ തടയണ്ടാന്ന് പറഞ്ഞു. ആ സമയത്ത് അച്യുതൻ പറഞ്ഞു, നിങ്ങളുടെ നോട്ടത്തിന്റെ കൂടുതൽ കൊണ്ടാ അവളാണ്ട് ഇവിടുന്ന് പോവാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നേ. കണ്ടല്ലേ, അവളുടെ അച്ഛനും അമ്മയും വന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്താണോ ബാല നീ പറഞ്ഞേ? അവൾക്കിപ്പം ഭയങ്കര സുഖമാണ് ഇവിടെ. എന്നിട്ട് എന്താ, അത്ര പരമാനന്ദ സുഖമാണെങ്കിൽ അവൾ ഞങ്ങളോടൊപ്പം ഇറങ്ങിപ്പോരാൻ തയ്യാറായിരിക്കുന്നേ. ഇത്രയൊക്കെ ഉള്ളടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാല ഒരുമാതിരി കളിയാക്കി സംസാരിക്കുകയാണ്. ഇതൊക്കെ കേട്ടോണ്ട് അകത്തുനിന്ന് ആരിനാണ് സഹിച്ചില്ല. അതിന് നല്ല സങ്കടവും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മിത്ര പോകുന്ന ഓർത്തിഞ്ഞപ്പോൾ അത് ഭയങ്കര വിഷമമാണ്. കാരണം മിത്രയെ അത്രയ്ക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് ആരിന്. പക്ഷേങ്കിൽ ഇപ്പോഴവളെ ഈ എടുത്ത തീരുമാനത്തോട് ഒട്ടും ആരിനങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് മിത്ര ഭാഗം എടുത്തുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തരിച്ച് നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഗോമതിക്ക്. മിത്ര ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടേ. ഇത് ശരിക്കും പറഞ്ഞാൽ അച്യുതൻ്റെ അതുപോലെ രാജശ്രീയുടെയൊക്കെ കളികളാണെന്ന് മനസ്സിലായി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവർ പ്രതികാരം ചെയ്യുവാണ്. അലോകിനെതിരെ കേസ് കൊടുത്തതിൻ്റെ പ്രതികാരം ചെയ്യുവാണ്. അനുശ്രയെ വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ പകരം വീട്ടുവന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പം മിത്ര പോകുമോ പോയില്ല എന്നൊക്കെ നാളത്തെ ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ അറിയാം. ഇനി അവൾ പോയിട്ടുണ്ടെങ്കിൽ അതിന് ദേഷ്യം കൂടത്തുള്ളൂ. കാരണം ഇത്രയും നോക്കിയിട്ടും ഇങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോയെന്നൊരു ചിന്തയൊക്കെ വരും. പക്ഷെ മിത്രയ്ക്ക് പോകാൻ സാധിക്കുമോ എന്നറിയത്തില്ല ആരിനെ വിട്ടിട്ട്. അപ്പോൾ അതിൻ്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.